കൊച്ചിയിൽ ട്രെയിലറിൽ നിന്ന് റേഞ്ചർ റോവർ കാർ ഇറക്കുന്നതിനിടെ പാണ്ടിക്കുടി സ്വദേശി മരിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തി. എന്താണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? പ്രാഥമികമായ അന്വേഷണം ആദ്യമേ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പ് MVDയുടെ അന്വേഷണം നടത്തിയതിനകത്ത് വാഹനത്തിന് യാതൊരുവിധ തകരാറുകളുമില്ല. യഥാർത്ഥ RPMലാണ് വാഹനം വർക്ക് ചെയ്യുന്നത്. അപകടത്തിൽപ്പെട്ട വാഹനം തന്നെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിപ്പിച്ച് എക്സ്പെർട്ട് വരെ കൊണ്ട് സഞ്ചരിപ്പിച്ച് ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇത് ഇറക്കിയ ആൾക്കുണ്ടായ ശ്രദ്ധക്കുറവെന്ന് വേണമെങ്കിൽ പറയാല്ലേ? ഇറക്കിയ ആളിന് അത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഷോറൂമുകാർ ഇങ്ങനെ ഈ യൂണിയൻകാരെ ഏൽപ്പിച്ചത് അത് ഒരു പരിധിവരെ അപകടത്തിനിടയായിട്ടുണ്ടോ? യൂണിയൻകാരാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അവരെങ്ങാണ്ട് 24 പേര് ചേർന്ന ഏതോ ഒരു അസോസിയേഷനുണ്ട്. ആ അസോസിയേഷനിൽപ്പെട്ട ഒരു അംഗമാണ് വന്ന് വാഹനം ഇറക്കാൻ വേണ്ടി വന്നത്. അവർ 2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ വെളിയിൽ സൈഡിൽ നിൽക്കായിരുന്നു. അയാൾ ഈ വാഹനം വരുന്നത് കണ്ട് പെട്ടെന്ന് ചാടി മാറി. നിലവിൽ ആ വാഹനം ഓടിച്ച ആൾക്കെതിരെ എന്തെങ്കിലും നടപടി അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. CITUവിന് എറണാകുളം ജില്ലയിൽ 136 യൂണിയനുകളാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. CITU കാർ ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞൊരു യൂണിയൻ ഇല്ല. ആരെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ CITUവിന് യാതൊരു ബന്ധവുമില്ല. വാഹനത്തിന് മറ്റു തകരാറുകളൊന്നും തന്നെ ഇല്ല. ആ ഓടിച്ച ആൾക്കുണ്ടായ ശ്രദ്ധക്കുറവാണ് ഈ ഒരു അപകടത്തിനിടയാക്കിയതെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ നിന്നും വ്യക്തമാകുന്നത്. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.